വലിയറ ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് 1 മുതൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് വേങ്ങര ഏരിയയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വേങ്ങര സ്റ്റേഷൻ യൂണിറ്റ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ലഘു വീഡിയോസാണിത്. ഈ സേവന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായി സഹായിച്ചത് വേങ്ങരയിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ GCC വേങ്ങര ചാറ്റ് ഗ്രൂപ്പ് എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ്. വലിയറപ്പാട ഏരിയ കേട്ടാ. അപ്പൊ ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതെ വെയിലുറപ്പില്ല. ഈ ചീഞ്ഞമായിരിക്കും വെള്ളം കൂടും. പാമ്പുണ്ട് ഇവിടെ രണ്ട് പാമ്പ് തിരിഞ്ഞ അവിടെ പാമ്പുണ്ട്. ഈ കാണുന്നത് കൂരിയാട് നിന്നും തിരുരങ്ങാടിയിലേക്ക് പനമ്പുയ പോകുന്ന റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ജംസ് സ്കൂളിൻ്റെ കുറച്ചപ്പുറം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. കൂരിയാട് ഏരിയയിലെ പ്രത്യേകിച്ച് മാതാട് ഭാഗത്ത് താഴ്ന്ന ഏരിയയിലെ വീടുകളിലൊക്കെ വെള്ളം കയറിയതിനെ തുടർന്ന് പാലച്ചിരമാട് സ്കൂളിൽ BRC സ്ഥിതി ചെയ്യുന്ന പാലച്ചിരമാട് സ്കൂളിൽ ക്യാമ്പ് ഉണ്ടാക്കുകയുണ്ടായി. അതിൻ്റെ കാഴ്ചകളാണ്, ക്യാമ്പ് സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ സ്കൂളിലാണ് സ്ഥിരമായിട്ട് ക്യാമ്പുകൾ ഉണ്ടാക്കുക. ക്യാമ്പുകൾക്ക് റൂമുകളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അവർക്ക് കിടക്കാനുള്ള സൗകര്യവും വെള്ളവും അതുപോലെ നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ക്യാമ്പിൽ ഉണ്ടായിരുന്നവർക്ക് ഭക്ഷണങ്ങൾ നമ്മളെ താലൂക്ക് എല്ലാ വില്ലേജ് ഓഫീസറുടെ സഹായത്താൽ നമുക്ക് കിട്ടുകയുണ്ടായി. അതാണ് ഇപ്പോൾ കണ്ടത്. അതിനുശേഷം രാത്രിയോടെ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ, ബെഞ്ചുകൾ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ മറ്റു റൂമുകളിൽ നിന്നൊക്കെ ബെഞ്ചുകൾ കൊണ്ടുവന്ന് കിടക്കാനുള്ള സൗകര്യം സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട കാറിനുള്ളിലെ ക്യാമ്പൊക്കെ പായുണ്ട് ഇവിടെ. ഇത് ഫുള്ളായിട്ട് പായക്കച്ചവടം തുടങ്ങുക. അറിയാമ വില്ലേജ് ഓഫീസറെ നമ്മളെ ശക്തിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ അവിടെ വെള്ളം നിൽക്കുന്നത്. കുറഞ്ഞൊരു ഭാഗം ഉമ്മറാക്കാൻ്റെ വീട്ടുമുറ്റത്തൊന്നും പോയിട്ടില്ല. ഓഡിറ്റോറിയത്തിൻ്റെ ഗേറ്റൊക്കെ ഫ്രീ ആയി. മലപ്പുറം ജില്ലയിലുള്ള കൂരിയാട് എന്ന സ്ഥലമാട്ടത്. മുക്കാ ഭാഗം ഈ പ്രദേശം വെള്ളത്തിലാണ്. അതായത് ഇവിടെയുള്ള വീടുകളാണ് ഇതൊക്കെ. ഇതുണ്ടോ, ഇവിടെയുള്ള ഫുള്ള് വീടുകളിലും മുക്കാ ഭാഗം വെള്ളമാണ്. കൂരിയാട് പനമ്പുയ റോഡിലെ അവിടെയുള്ള ഓഡിറ്റോറിയം ഇല്ലേ, ആ ഓഡിറ്റോറിയത്തിൻ്റെ ഗേറ്റ് വരെ വെള്ളം വന്നിരുന്നു. ആ 1-ാം തീയതി 2-ാം തീയതി ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് നമ്മുടെ പാണക്കാട് ഏരിയയിൽ ആ മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ആ ഒരു പാലത്തിലൂടെയായിരുന്നു അതുവഴിയുള്ള വാഹനം കടത്തി വിട്ടിരുന്നത്. അതേസമയം അപ്പുറത്തെ പാണക്കാട് പാലമുണ്ടല്ലോ, അതുവഴിയായിരുന്നു കടത്തി വിട്ടിരുന്നത്. മണ്ണിടിച്ചിലുണ്ടായി 14-ാം തീയതി വരെ ഈ 2 ഏരിയയിലും വിവിധ സമയങ്ങളിലായിട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു. നമ്മുടെ പനമ്പുയ പാലത്തിലെ റോട്ടിലൂടെ വാഹനങ്ങൾ ചെറുതായിട്ട് പോകണ്ടിട്ടാ, സ്വന്തം റിസ്കിൽ പോകണം. ആ ഒരു എൻഡിലൂടെ മാത്രം ഇപ്പോൾ ബൈക്കിനും ഓട്ടോറിക്ഷയ്ക്കും ചെറിയ കാറുകൾക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും വെള്ളം കൂടുതൽ തന്നെയാണ്.
അപ്പോൾ ആളുകളൊക്കെ മാക്സിമം ഇവിടെ ഒഴിവാക്കി പോവുക. അർജന്റുള്ളിൽ മാത്രം ആ അരുവിലൂടെ. ഇനിയിപ്പോൾ വെള്ളം കൂടിയാലും പ്രശ്നമാണ്. സൈലൻസറിന്റെ ഏകദേശം അടുത്തു കൂടെയാണ് വെള്ളം വണ്ടി പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ഇതുവഴി വരുന്നവര് പോവുക കേട്ടോ. അങ്ങനെ 2 ദിവസത്തിന് ശേഷം വെള്ളം ഏറിയ ഏരിയയിൽ നിന്നൊക്കെ വെള്ളം പതിയെ പിൻവാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത് പനമ്പുഴ പാലമാണ് കാണുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചയാണിത് കേട്ടോ. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം പിൻവാങ്ങിയെങ്കിലും വിവിധ അലേർട്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ എടയപ്പാലം മണ്ണിടിച്ചിലുണ്ടായ അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മുമ്പിൽ ട്രാഫിക് നിൽക്കേണ്ട ഡ്യൂട്ടി വേങ്ങര യൂണിറ്റിനായിരുന്നു. അങ്ങനെ വൈകുന്നേരം 7 മണി തൊട്ട് രാവിലെ 6 മണി വരെ വേങ്ങര യൂണിറ്റിലെ വിവിധ ആളുകൾ ഇങ്ങനെ സേവനം ചെയ്തു. വേങ്ങര പഞ്ചായത്തിലെ കൂരിയാട് മാതാട് ഏരിയയിൽ വെള്ളം കയറിയത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങിയ വീടുകളിൽ നിന്നും വീട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിയതാട്ടാ. അപ്പോൾ മഴക്കാലം തുടങ്ങിയ ആളുകളെ ഒഴിപ്പിച്ച് അതിനുശേഷം രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ ക്യാമ്പ്, അത് കഴിഞ്ഞപ്പോൾ ആളുകളെ മാറ്റി താമസിപ്പിച്ചു. ഇപ്പോൾ തവണ അവിടെ വീട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി പോവാണ് ട്രോമക്കെ പ്രവർത്തകര്. അപ്പോൾ 3 ദിവസം മുമ്പ് നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ആളെ ഒഴിപ്പിച്ച ആ വീടാണിത്. അപ്പോൾ വന്നപ്പോൾ ഈ ഒരു തറന്റെ ഒപ്പമായിരുന്നു വെള്ളം. എന്നാലിപ്പോ വെള്ളത്തിന്റെ ലെവല് ഇതല്ലേ, നമ്മളെ ഈർപ്പം നോക്കുമ്പോ എത്രത്തോളം വെള്ളം ഇവിടെ കയറിയിരുന്നു കേട്ടാ. അപ്പോ വെള്ളം ഇറങ്ങിയപ്പോ വീട് ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ്. കരണ്ട് ഉണ്ടാവട്ടെ ചിലപ്പോ. കരണ്ട് കത്തുണ്ട്. ഓണാക്കിയാണോ? ആ ഇവിടെ വെള്ളം ഇങ്ങനെ കൂടുതലായിട്ടൊന്നും ഇറങ്ങിയിട്ട് ചെന്നാലും വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഉള്ളിൽ നിന്ന്. അപ്പൊ ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്താല് പണിയും കുറയും, വൃത്തിയും ഒന്ന് കൂടുതലായിട്ട് വൃത്തിയാക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ വെള്ളം ഇറങ്ങേണ്ട മുമ്പ് തന്നെ എത്തിയത്. ഇതാണ് ഇപ്പൊ വെള്ളത്തിന്റെ ലെവലിട്ടാ. കാണിച്ചാ നോക്കി പാമ്പൊക്കെ ഉണ്ടാട്ടോ, നോക്കിയാളി. ഇതാ വീടിന്റെ ഉള്ളിലേക്ക് കയറാട്ടാ. ഇതല്ലേ തുറന്നപ്പോ തന്നെ ഇതൊക്കെ പൊളിഞ്ഞേക്കണോ. ഇത് പൊന്തി ഇതാ ആകെ കണ്ടില്ലേ. പാമ്പുണ്ടാവും ഇവിടെ. പാമ്പ് നോക്കിട്ടാ ഉണ്ടാവും. നോക്കിയാളി. ഔദ്യോഗിക കാൽമില് വെട്ടല്ലേ. ഇതന്നെ ചളി. അതുപോലെ റൂം ആദ്യം ക്ലീൻ ചെയ്യാട്ടാ. ഇപ്പൊ നമ്മൾ വന്നപ്പോ ഈ ഒരു സ്റ്റെപ്പിന്റെ മുകളിലുണ്ട്, ജസ്റ്റ് മുകളിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മളിതൊക്കെ മാക്സിമം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മളെത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആവില്ല. ഇനി വീട്ടുകാരിങ്ങനെ തുടച്ച് തന്നെ ശരിയാവുള്ളൂ. എന്നാലും ചളികളും മറ്റേതൊക്കെ ആയിട്ട് ഇതാ മൊത്തമായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അല്ലേ ഇനി ഇവിടെ കുറച്ചുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ഇനി ഇവിടെ കുറച്ച് സാധനം ക്ലീൻ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീട് ക്ലീൻ ചെയ്യാൻ വരണേ. നമ്മളെ ക്യാമ്പ് സ്ഥിതി ചെയ്യേണ്ട സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആട്ടാ, സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീടത്തെ ക്ലീനാക്കി കഴിഞ്ഞിട്ടാ ഇനിയിപ്പോ അടുത്തത് അങ്ങോട്ട് പോവാണേ. ഇവിടൊക്കെ നമ്മളെ മുട്ടിനിക്ക് വെള്ളം ഉണ്ട് കേട്ടാ. അപ്പൊ ഇനി അടുത്തത് എന്താ ഈ വീടാട്ടാ, ഉള്ളിൽ ക്ലീൻ ചെയ്യാനുള്ളത്. ഇവിടെയും ആ ബെൽറ്റ് കഴിഞ്ഞ് 2 കല്ലിന്റെ മുകൾക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഈ ഒരു വീട്ടില്. അങ്ങനെ ഈ വീട്ടിലത്തെ ഒക്കെ കഴിഞ്ഞു, ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇനിയിപ്പോ ഇവിടെ ഒക്കെ ഉള്ളത് അതിന്റെ ഉള്ളിൽ വെള്ളം ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂല. വീട്ടിൽ നിന്ന് ഒരു അടിയോളം താന്നാലേ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഒപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ വീട്ടിലൊക്കെ അവിടെ കിടക്കണേ. കണ്ടില്ലേ പാടത്താട്ടാ. എന്താ പാമ്പോ?
തോണു പാമ്പത് മീനാണേ. അങ്ങനെ ഇതാ മൊത്തമായിട്ട് അവിടെ ഏറ്റവും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ റോഡിൻ്റെ വരെ ഇതാ നല്ല കച്ചറുണ്ട് കേട്ടോ. അത് ആ സൈഡ് കൂട്ടിച്ചിട്ടുണ്ട്.